നമസ്കാരം. 40 ദിവസങ്ങൾ കവിയുന്നു. നോമ്പ് പുതിയ സൃഷ്ടിയാക്കുന്ന കാലമാണ്. നോമ്പിൻ്റെ തുടക്കം കാനാവിലെ ആ കല്യാണ വീട്ടിലായിരുന്നല്ലോ. വെള്ളം വീഞ്ഞായ ദിവസം. വെള്ളത്തിൻ്റെ പരിവർത്തനം തന്നെ ഏതാണ്ട് ഉൽപ്പത്തിയുടെ തുടക്കം പോലെ. 2-ാം ഞായറാഴ്ച കുഷ്ഠരോഗിയുടെ ശരീരം ശുദ്ധമാക്കുകയാണ്. സ്പർശനശേഷിയും സംവേദനക്ഷമതയുമുള്ള ഒരു വിശുദ്ധ ശരീരം ചമയ്ക്കുന്നു. തൊട്ടറിയാവുന്ന ഒരു രൂപം. 3-ാമത്തെ ഞായറാഴ്ച ചലനശേഷിയാണ് നൽകുന്നത്. നിശ്ചലതകളും തളർച്ചകളും നീക്കം ചെയ്യുന്നു. 4-ാമത്തെ ഞായറാഴ്ച സുബോധം നൽകലാണ്. കനാന്യ സ്ത്രീയുടെ മകൾ അതിനെ സാക്ഷിക്കുന്നു. 5-ാമത് എല്ലാത്തരം കൂനും വളവും നിവർത്തി നേരെയാക്കുന്നു. 6-ാം ഞായറാഴ്ച കാഴ്ച കൊടുക്കുന്നതിൻ്റെ കഥനമാണ്. വിശുദ്ധവും ചലനാത്മകവും സുബോധമുള്ളതും വക്രതകളില്ലാത്തതുമായ ഒരു വീക്ഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ഊശാന പാടേണ്ടുന്നതും പെസഹ ഭക്ഷിക്കേണ്ടുന്നതും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ജീവിതത്തിൽ സാധ്യമാക്കേണ്ടതും എന്നാണ് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന പരിണാമത്തെക്കുറിച്ചാണ് കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാകുമ്പോൾ നാം അറിയുന്നത്. ചുറ്റുപാടുകളിലെ ഗുണപരമായ പരിവർത്തനങ്ങളോട് പ്രതികരിക്കാനുള്ള ശേഷിയില്ലായ്മ നമ്മുടെ ഹൃദയത്തിൻ്റെ സംവേദനക്ഷമതയുടെ കുറവിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കുഷ്ഠത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. സത്യത്തിൽ ഹൃദയസ്പർശിയായ ഇടപെടലുകൾ നടത്താത്ത ഒരു ശരീരം കൊണ്ട് സമൂഹത്തിന് എന്ത് ഉപകാരം? ഒരുതരം തളർവാദ രോഗം തന്നെയല്ലേ അത്? ജീവിക്കുന്ന സമൂഹത്തിന് ഗുണപ്പെടാത്ത ഒരു തലമുറയെ സുബോധം നഷ്ടപ്പെട്ടവർ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. കനാന്യക്കാരി സ്ത്രീയുടെ മകളെപ്പോലെ മാതാപിതാക്കൾക്ക് അവർ ഒരു നിത്യ ദുഃഖമായിരിക്കും. ശരിയായ ബോധ്യങ്ങളുടെ അഭാവം കൊണ്ടാവാം സമൂഹമധ്യത്തിൽ ഒരുതരം കൂന് ബാധിച്ചതുപോലെ തലതാഴ്ത്തി നടക്കേണ്ടി വരിക. ശിരസ്സുയർത്തി നേരെ നോക്കാൻ ആവാത്തിടത്തോളം കാലം നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വികലമായിരിക്കും. ജീവിതത്തിൻ്റെ അധമബോധങ്ങളിൽ നാം ഒരുക്കിയിരിക്കുന്ന കല്ലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന എനിക്കും നിനക്കും ഇനിയെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ആരുടെയും പേർ ലാസർ എന്നല്ലെങ്കിൽ കൂടിയും. നമസ്കാരം.